نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, വളരെ കുറച്ചു കാലത്തേക്കുള്ള ജീവിതത്തിന് വേണ്ടി മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ഐഹിക ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. വളരെ വൈകാതെ തന്നെ ആളുകൾ പറയും, ഇന്ന വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പല പേരുകളും അത് മാറ്റപ്പെട്ടുകൊണ്ട് മയ്യത്ത് എന്ന വളരെ സിമ്പിളായൊരു വേർഡിലേക്ക് നാം ചുരുക്കപ്പെടും. അതിനുശേഷം നീണ്ടകാലം ബർസഖിൽ മറയുടെ ലോകത്ത് ജീവിച്ചുകൊണ്ട് വിശാലമായ പഴുതടച്ച വിചാരണയെ ഞാനും നിങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ആക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ മുത്തഖീങ്ങളായിട്ട് ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ട് മരിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി റബീഅ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം സേവനങ്ങൾ, ഖിദ്മത്തുകൾ ചെയ്ത വ്യക്തിത്വമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തന്നെ പറയുകയാണ്, കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരു ദിവസം ഒരു രാവിൽ റസൂലിൻ്റെ കൂടെ സേവനത്തിന് വേണ്ടി കഴിച്ചുകൂട്ടി. അള്ളാഹുവിൻ്റെ റസൂലിന് ആവശ്യമുള്ള കാര്യങ്ങൾ വുളു ചെയ്യുവാനുള്ള വെള്ളമൊക്കെ ഒരുക്കി കൊടുത്തു. അതുകൊണ്ട് സന്തുഷ്ടനായിക്കൊണ്ട്
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, സൽനി യാ റബീഅ, റബീഅ ചോദിച്ചോളൂ, എന്താണ് വേണ്ടത്, എന്താണ് താങ്കൾക്ക് ആവശ്യം, ചോദിച്ചോളൂ. ഫഖുൽതു, അദ്ദേഹം പറയുകയാണ്, ഞാൻ പറഞ്ഞു. അദ്ദേഹം നന്നായി ഒന്ന് ചിന്തിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കേണ്ടത് എന്താണ്. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചപ്പോൾ മനസ്സായി, അദ്ദേഹത്തിന് ഓർമ്മയിൽ വന്നു, അദ്ദേഹത്തിന് ചിന്തയിൽ വന്നു, ദുന്യാവ്, ഐഹിക ജീവിതം വളരെ പെട്ടെന്ന് തീർന്നു പോകും. പാരത്രിക ജീവിതത്തിൽ സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന റസൂലുള്ളാഹിൻ്റെ സഹവാസം കിട്ടുവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുവാൻ ആവശ്യപ്പെടാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അഥവാ എനിക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്നത് ഉന്നതമായ സ്വർഗത്തിൽ നിങ്ങളുടെ സഹവാസമാണ്, അതിനുവേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. ഇത് കേട്ടപ്പോൾ, മറുപടി കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവ ഗൈറ ദാലിക, വേറൊന്നുമില്ലേ, ഔ ഗൈറ ദാലിക, വേറൊന്നുമില്ലേ. അദ്ദേഹം പറഞ്ഞു, ഹുവ ദാക, അത് തന്നെ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ ഒരു ഇബാദത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് മറുപടി നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസ്റതി സുജൂദ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സ്വർഗത്തിൽ എൻ്റെ സഹവാസം താങ്കൾക്ക് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് താങ്കൾ എന്നെ സ്നേഹിക്കാൻ, താങ്കൾ എൻ്റെ പ്രാർത്ഥനയെ അല്ലെങ്കിൽ താങ്കൾ എൻ്റെ കാര്യത്തെ സഹായിക്കേണ്ടതുണ്ട്. ഇവിടെ ഫർളായ നിസ്കാരങ്ങളിൽ സുജൂദിനെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ സുന്നത്തായ നിസ്കാരങ്ങളിലെ സുജൂദ് അത് ദൈർഘ്യം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, സുജൂദ് നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, വളരെ ചെറിയൊരു ചരിത്ര സംഭവമാണ്, പക്ഷേ വിശാലമായ ഗുണപാഠങ്ങൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത സ്നേഹം മുഅ്മിനിനുണ്ടാകണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തേക്കാൾ വേണ്ടപ്പെട്ട വ്യക്തിത്വമാണ്. ഇത്തരുണത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, വിശ്വാസികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ശരീരത്തേക്കാൾ വേണ്ടപ്പെട്ട വ്യക്തിത്വമാണ് എന്നാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ചുരുങ്ങാം. നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിക്കാം, സ്വന്തം ശരീരത്തേക്കാൾ വേണ്ടപ്പെട്ട ആളായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്വന്തം ശരീരത്തോളം വന്നിട്ടുണ്ടോ? നമ്മുടെ വീടുകളിൽ നടക്കുന്ന വിവാഹങ്ങളിൽ നിസ്കാരക്കാരായ ആളുകൾ, നോമ്പുകാരായ ആളുകൾ, ഖുർആൻ പാരായണക്കാരായ ആളുകൾ, നമ്മളൊക്കെ വീട്ടിൽ കല്യാണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹിനെ മാറ്റിവെക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളിൽ, സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ സന്ദർഭങ്ങളിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ നമ്മൾ ഓരത്തേക്ക് മാറ്റിവെക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നാണ്. സ്വന്തം ശരീരത്തേക്കാൾ വേണ്ടപ്പെട്ട വ്യക്തിത്വമാകണം മുഅ്മിനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിൽ പ്രധാനപ്പെട്ട സംഗതിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളം സ്വലാത്ത് ചെല്ലേണ്ടതുണ്ട്. അതിൻ്റെ സ്പെഷ്യൽ ദിവസമാണ് വെള്ളിയാഴ്ച. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസകാര്യങ്ങൾ, മറ്റു കർമ്മകാര്യങ്ങൾ, സ്വഭാവങ്ങൾ, കുടുംബകാര്യങ്ങൾ നമ്മൾ അത് പിൻപറ്റി ജീവിക്കുകയും വേണ്ടതുണ്ട്. ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗമാണ് രക്ഷാമാർഗം, ഒരേ ഒരു രക്ഷാമാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാത്ത പിൻപറ്റിയുള്ള ജീവിതം അത് ബാത്തിലിൻ്റെതാണ്, പരാജയത്തിൻ്റെതാണ്, നഷ്ടത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞത്, അസ്സുന്നത്തു സഫീനത്തു നൂഹിൻ, പ്രവാചകചര്യ എന്ന് പറഞ്ഞാൽ അത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ പോലെയാണ്.
അൻ സുന്നത്തു സഫീനത്തു നൂഹിൻ, സുന്നത്ത് എന്നത് പ്രവാചകചര്യ എന്നുള്ളത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. മൻ റകിബഹാ നജാ, ആ പ്രവാചകചര്യയാകുന്ന രക്ഷാമാർഗമാകുന്ന കപ്പലിൽ കയറി കഴിഞ്ഞാൽ, റസൂലുള്ളാഹിന്റെ ചര്യകളിലേക്ക് ജീവിതയാത്ര നടത്തിക്കഴിഞ്ഞാൽ നജ, അവൻ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വമൻ തഖല്ലഫ അൻഹാ ഗരിഖ, റസൂലുള്ളാഹിന്റെ മാർഗത്തിലേക്ക് ചായാൻ വിമുഖത കാണിച്ചാൽ, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ പ്രകാശത്തിന്റെ മാർഗത്തിലേക്ക് വരാൻ മടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെതിരുള്ള ബിദ്അത്തിന്റെ മാർഗങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മുങ്ങി നശിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ പ്രവാചകചര്യയാണ്. അതുകൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇഅ്ലമൂ, നിങ്ങൾ അറിയണം, അന്നൽ ഇസ്ലാമ ഹുവ അസ്സുന്ന. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ അറിയണം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സുന്നത്താകുന്നു, പ്രവാചകചര്യയാകുന്നു. വിശ്വാസ, കർമ്മ, സ്വഭാവ, കുടുംബബന്ധ, ക്രയവിക്രയങ്ങളിലെ നബിയുടെ മാർഗം അത് ഫോളോ ചെയ്യലാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് പറഞ്ഞു വസ്സുന്നത്തു ഹിയൽ ഇസ്ലാം, എന്നാൽ സുന്നത്ത് എന്ന് പറഞ്ഞാലോ അത് തന്നെയാണ് ഇസ്ലാം എന്ന് തിരിച്ചും പറഞ്ഞു. വലാ യഖൂമു അഹദുഹുമാ ഇല്ലാ ബിൽ ആഖർ, അതിലൊന്ന് മറ്റൊന്നിനെ കൊള്ളല്ലാതെ നിലനിൽക്കൂല. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശമാർഗമായിട്ട് കടന്നു വരേണ്ടതുണ്ട്. ഇനി ചെറിയ ഈ ചരിത്ര സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള രണ്ടാമത്തെ ഗുണപാഠം, വിശ്വാസി ഉയർന്ന ലക്ഷ്യബോധമുള്ള ആളായിരിക്കണം. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ എങ്ങനെങ്കിലും ഇങ്ങനെ ചെറിയൊരു 2 ഇഞ്ചോ 3 ഇഞ്ചോ എങ്ങനെങ്കിലും കാല് വെച്ച് കയറിയിട്ട് സ്വർഗത്ത് കടന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. വളരെ ഉയർന്ന ലക്ഷ്യബോധമുണ്ടായിരിക്കണം. ഇവിടെ ഈ സ്വഹാബിയോട് സൽനി, എന്നോട് ചോദിക്ക്, താങ്കൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് എന്താണ്? നബിയെ, അങ്ങയുടെ സഹവാസത്തോടു കൂടി ഉന്നതമായ സ്വർഗം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിൽ നിങ്ങളുടെ സഹവാസം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞു. ലക്ഷ്യം വലുതാണ്, ലക്ഷ്യം ചുരുക്കിക്കളയുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്, ഫൈദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹു അൽ ഫിർദൗസ്. നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് തന്നെ ചോദിക്കണം എന്നാ. ചോദ്യത്തിൽ ഒരിക്കലും പിശുക്കേണ്ടതില്ല. വിശാലമായി നൽകുവാൻ അല്ലാഹു തആല കഴിവുള്ളവനാണ്, അവൻ വിശാലതയുള്ളവനാണ്, അവൻ്റെ കാരുണ്യം വിശാലമാണ്. അതുകൊണ്ട് ചോദിക്കുമ്പോൾ ഫിർദൗസ് എന്ന ഉന്നതമായ സ്വർഗം ചോദിക്കണം. എന്നിട്ട് പറഞ്ഞത് എന്താണ്? ആ സ്വർഗമാണ്, അത് സ്വർഗത്തിൻ്റെ മധ്യഭാഗമാണ്, സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ്. അതിന് മുകളിലാണ് റഹ്മാനായ റബ്ബിൻ്റെ അർശ് നിലകൊള്ളുന്നത്. ഫിർദൗസിൽ നിന്നാണ് സ്വർഗത്തിലെ അരുവികളൊക്കെ പൊട്ടിയൊഴുകുന്നത്. ആ സ്വർഗം ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എത്ര കാഴ്ചപ്പാട് വേണം, എത്ര വിശാലമായ കാഴ്ചപ്പാട് അമലിൻ്റെയും ദഅവത്തിൻ്റെയും വിഷയത്തിൽ ഉണ്ടായിരിക്കണം. അതങ്ങനെ ചുരുക്കി പിശുക്കിക്കളയാതെ വിശാലമായി ചിന്തിക്കാനാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ് ഈ ചരിത്ര സംഭവത്തിലെ മൂന്നാമത്തെ ഗുണപാഠം? ആഗ്രഹിച്ചാൽ മാത്രം പോരാ, മത്സര ബുദ്ധിയോടെ കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് സഹാബത്തിൻ്റെ മാർഗം. മത്സര ബുദ്ധിയോടുകൂടി പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രയോഗം തന്നെ അങ്ങനെ, നിങ്ങൾ അമല് ചെയ്തോളെന്ന് മാത്രമല്ലല്ലോ പറഞ്ഞത്. പല സ്ഥലത്തും വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, എന്താണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്? വാശി കാണിക്കുന്ന ആൾക്കാർ ഈ സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, സ്വർഗത്തിലെ മദ്യങ്ങൾക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയൊക്കെ മത്സരിച്ചോളി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലും പിശുക്കാൻ പറഞ്ഞിട്ടില്ല, അതിലും മത്സരിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് ധൃതി കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. അല്ലാഹു തആല സൂറത്തുൽ ഹദീദിൽ പറഞ്ഞത്, നിങ്ങൾ മുൻകടന്നോളൂ നിങ്ങളെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിനും വേണ്ടിയിട്ട്. വേറൊരു സ്ഥലത്ത് വസാരിഉ, ധൃതി കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയിലേക്ക് മുൻകടന്ന് തിരക്ക് കൂട്ടി വന്നോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ട നിങ്ങൾ. ഇനിയോ ഈ ഹദീസിൽ നേരത്തെ പറഞ്ഞ
ഈ ചരിത്ര സംഭവത്തിൽ നാലാമത്തെ പാഠം, ദുന്യാവ് വളരെ പെട്ടെന്ന് തീർന്നു പോകും. നമ്മൾ ചെറിയ വീട്ടിൽ താമസിച്ചാലും വലിയ വീട്ടിൽ താമസിച്ചാലും വലിയ കുടുംബക്കാരനാണെങ്കിലും വലിയ തറവാടി എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് മേനി നടിക്കുന്നുവെങ്കിലും എല്ലാം വിട്ടൊഴിഞ്ഞ് ഇഷ്ടപ്പെട്ട പ്രിയതമയെ, ഇഷ്ടപ്പെട്ട മക്കളെ, ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ വിട്ട് പിരിയേണ്ടി വരും. തീർച്ചയാണത്. ആരാണ് ഇവിടെ ബാക്കിയായിട്ടുള്ളത്? നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ചരിത്രമായി മാറും. ആളുകൾ പറയും ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നു, സൽസ്വഭാവിയായിരുന്നു, നല്ല തമാശക്കാരനായിരുന്നു എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയും. എന്തിനേറെ നമ്മുടെ സ്വന്തം മക്കൾ വരെ എപ്പോഴെങ്കിലും നമ്മളെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ, ഈ ചരിത്ര സംഭവത്തിൽ ആ സഹാബി ചോദിച്ചു, വിശാലമായ കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം കണക്കുകൂട്ടി, ദുന്യാവ് നശിച്ചു പോകും. ഒന്നുകിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഗതികൾ നമ്മെ വിട്ടുപിരിയും, അല്ലെങ്കിൽ നമ്മൾ അതിന് വിട്ടുപിരിഞ്ഞു പോകും. നമ്മൾ കൂട്ടിയണഞ്ഞിട്ടുള്ള പിഞ്ചുമകനെ, മക്കളെ, ഇഷ്ടപ്പെട്ട മക്കളെ വിട്ടുപിരിഞ്ഞു പോകും. അവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകും, നമ്മൾ അവരെ വിട്ടുപിരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാചകം നമ്മൾ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഇർതഹലത്തി ദുനിയാ മുദ്ബിറ, ദുന്യാവുണ്ടല്ലോ അതിങ്ങനെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ദുന്യാവിൽ നിന്ന് അകന്നിങ്ങനെ ആഖിറത്തിലേക്ക്, പരലോകത്തിലേക്ക്, വിചാരണയിലേക്ക്, മഹ്ശറിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ചിന്താഗതികൾ പിന്നോട്ടടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇർതഹലത്തി ദുനിയാ മുദ്ബിറ വർത്തഹലത്തിൽ ആഖിറത്ത് മുഖ്ബില, ആഖിറമാണെങ്കിൽ നിങ്ങൾ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ദുന്യാവിനും പരലോകത്തിനുമൊക്കെ അതിൻ്റെതായ ആൾക്കാർ, സന്തതികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിൻ്റെ സന്തതികളാകുക, ദുന്യാവിൻ്റെ സന്തതികളാകേണ്ടതില്ല. കാരണം ഇന്ന് നിങ്ങൾക്ക് സമയമുണ്ട്, ഇവിടെ അമല് ചെയ്യണം, ഇവിടെ വിചാരണയില്ല. എന്നാൽ വഗദൻ, നാളെ മഹ്ശറിൽ നിങ്ങൾക്ക് ഹിസാബുണ്ട്, പക്ഷെ അമല് ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ല നിങ്ങൾ? ദുന്യാവിനെ വളരെ ചുരുക്കിക്കൊണ്ടാണ് മഹാരഥന്മാരെ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, അദ്ദുന്യാ സലാസത്തു അയ്യാമിൻ, ദുന്യാവ് 3 ദിവസം മാത്രമേ ഉള്ളൂ. 3 ദിവസം മാത്രമേ ഉള്ളൂ. അമ്മ അംസി, അതിലൊന്ന് ഇന്നലെയാണ്. ഫഖദ് ദഹബ ബിമാ ഫീഹി, അതിലെ കാര്യങ്ങളായിട്ടൊക്കെ പോയി, ഇനി തിരിച്ചിട്ടൂല. ഇന്നലെ എന്ന് പറഞ്ഞാലും മിനിഞ്ഞാന്ന് എന്ന് പറഞ്ഞാലും അതിനു മുമ്പുള്ള എല്ലാ ദിവസങ്ങളും ഇന്നലെയിലാണ് ഉൾപ്പെടുത്തുക. അതൊക്കെ കടന്നു പോയി, അതിലെ കാര്യങ്ങളുമായിട്ട് തിരിച്ചു കിട്ടൂല. വമ്മാ ഗദൻ ഫലഅല്ലക ലാ തുദ്രികുഹു, പിന്നെ മുന്നിലുള്ള രണ്ടാമത്തെ ദിവസം നാളെയാണ്. നാളെ ആയാലും മറ്റന്നാളായാലും ഒക്കെ നാളെ തന്നെ. എന്നിട്ട് പറഞ്ഞു, അത് താങ്കൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. പിന്നെ പറഞ്ഞു, വാമ്മൽ യൗമ, ഇന്ന് നമുക്ക് മുന്നിലുള്ളത് ഈ ദിവസമാണ്. ഫഹുവലക ഫഅമൽ ഫീഹി, അതുകൊണ്ട് നീ ആ ദിവസം, ആ സന്ദർഭം മുതലെടുത്ത് അമല് ചെയ്തോ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ചെറിയ ചരിത്ര സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള 4ാമത്തെ കാര്യമാണ് സൂചിപ്പിച്ചത്. 5ാമത്തേത്, നമുക്കൊരാൾ സേവനം ചെയ്ത് കഴിഞ്ഞാൽ, ഖിദ്മത്ത് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ കൂലി കൊടുക്കണം, അല്ലെങ്കിൽ നന്ദി വാചകം, പരോപകാരം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സ്വഹാബി സേവനം ചെയ്തപ്പം ചോദിച്ചോളൂ എന്താ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. എന്താ വേണ്ടത്? നന്ദിയാണ്. സൃഷ്ടികളോട് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ, മനുഷ്യന്മാരോട് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ അവർ അള്ളാഹിനോട് നന്ദി കാണിക്കൂല. നോക്കൂ നിങ്ങൾ, പലപ്പോഴും കുറച്ച് മുമ്പുള്ള ആൾക്കാർക്ക് അവരുടെ മുതിർന്ന ആളുകളോട്, മാതാപിതാക്കളോടൊക്കെയുള്ള ആ ഒരു നന്ദി ബോധം എന്തോ കാരണം കൊണ്ട് പലപ്പോഴും ചിലർക്കൊക്കെ ഈ സമയത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലാ യഷ്കുറുല്ലാഹ മൻ ലാ യഷ്കുറുന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹിനോട് നന്ദി കാണിക്കില്ല. അത് യാഥാർത്ഥ്യം. ജനങ്ങളോട് നന്ദി കാണിക്കേണ്ട ഭാഗമാണ്. ഉപകാരം ചെയ്ത ആൾക്കാർക്ക് ജസാക്കല്ലാഹു ഖൈറ എന്ന് അവരോട് പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആർക്കെങ്കിലും ഏതെങ്കിലും ഉപകാരം ചെയ്യപ്പെട്ടു, എന്നിട്ട് അവൻ ഉപകാരം ചെയ്തവനോട് ജസാക്കല്ലാഹു ഖൈറ എന്ന് ആത്മാർത്ഥമായിട്ട് പറയണം. അള്ളാഹ് നിനക്ക് മഹത്തായ കൂലി നൽകട്ടെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ നന്ദി പ്രകടനത്തെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ശീലമാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇനി ഹദീസിൻ്റെ 6ാമത്തെ പാഠം സുജൂദിൻ്റെ പ്രാധാന്യമാണ്. ഈ ചരിത്ര സംഭവത്തിൽ സല്ലി, ചോദിക്കൂ, എന്താണ് താങ്കൾക്ക് വേണ്ടത്?
എന്ന് സേവനം കണ്ടിട്ട് സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താ? എനിക്ക് അങ്ങയുടെ സഹവാസം സ്വർഗത്തിൽ വേണ്ടതുണ്ട്. അപ്പം എന്തായാലും മറുപടി തിരിച്ചു പറഞ്ഞത്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ പ്രാർത്ഥനയെ നിങ്ങൾ സഹായിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്താ സുജൂദ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ മനസ്സ് സുജൂദിലേക്ക് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്താ സുജൂദ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ തുടക്കം മുതൽ കർമ്മക്ക് ഈ സുജൂദിൽ എത്തിപ്പെടാനാ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അഖ്റബുമായ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ് ഫഅക്സിറു ദുആ ഫീഹി എന്നാണ്. ഒരടിമ അല്ലാഹുവിനേറ്റ് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിന്റെ സന്ദർഭത്തിലാണ്. അതുകൊണ്ട് ധാരാളമായിട്ട് നിങ്ങൾ നന്നായിട്ട് സുജൂദിൽ പ്രാർത്ഥിക്കുമെന്ന് ബഹുമാനപ്പെട്ട നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് എന്താ രംഗം ശരിക്കും ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മുടെ ശരീരമൊക്കെ ചുരുട്ടി നമ്മൾ ആരെ മുമ്പിലും കുനിക്കില്ല എന്ന് പറഞ്ഞ ശിരസ്സല്ലേ മണ്ണിൻ്റെ അടിയിൽ താഴേക്ക് വെക്കുന്നത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ സമയത്ത് ശരിക്കും നമ്മുടെ ശരീരം സുജൂദിലാകണം, മനസ്സും സുജൂദിലാകണം. ആ സമയത്ത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സുജൂദിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കണം. നിസ്കാരത്തിൽ സുജൂദ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് ഞാൻ ആരാ നിനക്കറിയോ എന്നുള്ള അഹങ്കാരത്തിന് വർത്താനം പറയാൻ പാടില്ല. എന്താണ് പറഞ്ഞത്? അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്, നീ എൻ്റെ ഉടമസ്ഥനാണ്, നീ എന്നെ സഹായിച്ചാലല്ലാതെ എനിക്കൊരു സഹായം കിട്ടുകയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നിന്നിൽ നിന്നല്ലാതെ എനിക്കൊരു കഴിവും ശക്തിയുമില്ല. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, നിന്നെ കൊണ്ടല്ലാതെ എനിക്ക് സഹായമില്ല എന്ന് അടിമ സ്നേഹത്തോടു കൂടി റബ്ബിലേക്ക് മുഖം തിരിച്ചുകൊണ്ട്, ഹൃദയം തിരിച്ചുകൊണ്ട് നിലത്ത് കിടക്കുകയാണ്. എന്തോ ഒരു രംഗമാണത്. ഈ നിസ്കാരത്തിലേക്ക് മുഅ്മിനായ മനുഷ്യൻ സുജൂദിന് വേണ്ടി കൊതിക്കേണ്ടതുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നിസ്കാരത്തിലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൊതിയോടുകൂടി പള്ളിയിലേക്ക് പുറപ്പെടുക. കൊതിയോടുകൂടി സുജൂദ് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹത്തോടുകൂടി, അഭിലാഷത്തോടുകൂടി, പ്രത്യേകമായ പ്രത്യാശയോടുകൂടി പള്ളിയിലേക്ക് പോയിട്ട് വേണം റബ്ബിന്റെ മുന്നിൽ നന്നായിട്ടൊന്ന് സുജൂദ് ചെയ്യാൻ എന്ന ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു തആല പറഞ്ഞത് അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. താങ്കൾ കണ്ടിട്ടില്ലേ, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമൊക്കെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയാണ്. പിന്നെയോ വശംസ്, സൂര്യനും വൽ ഖമർ, ചന്ദ്രനും, വന്നുജൂം വൽ ജിബാൽ വശജർ, നക്ഷത്രങ്ങൾ റബ്ബിന് സുജൂദ് ചെയ്യുന്നു, പർവ്വതങ്ങൾ ചെയ്യുന്നു, വൃക്ഷങ്ങൾ ചെയ്യുന്നു, ഇഴജന്തുക്കൾ ചെയ്യുന്നു. വകസീറും മിനന്നാസ്, കുറേ മനുഷ്യന്മാരും ചെയ്യുന്നു. പിന്നെ ആരാ ചെയ്യാത്തത്? മർക്കട മുഷ്ടിക്കാരനായ ജിന്ന് വർഗത്തിലും മനുഷ്യന്മാരിൽപ്പെട്ട ആൾക്കാർ. പക്ഷേ അവരുടെ നിഴൽ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ആ നിഴൽ അല്ലാഹുക്ക് സുജൂദ് ചെയ്യും. മുശ്രിക്കായ മനുഷ്യൻ സുജൂദ് ചെയ്യില്ല, കാഫിറായ മനുഷ്യൻ സുജൂദ് ചെയ്യില്ല. പക്ഷേ കാഫിറിൻ്റെയും മുശ്രിക്കിൻ്റെയും നിഴൽ അല്ലാഹുക്ക് സുജൂദ് ചെയ്യും. അത് അല്ലാഹുവിൻ്റെ വേറെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ സുജൂദ് വല്ലാത്ത രംഗമാണ്. ആസ്വദിച്ച് നിസ്കരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിസ്കാരം ഭാരമല്ല, നിസ്കാരം ഭാഗ്യമായി കണ്ടുകൊണ്ട് ആഹ്ലാദത്തോടു കൂടി ആനന്ദിച്ചുകൊണ്ട് റബ്ബിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ആഹ്ലാദത്തിൽ ആറാടുവാനുള്ളതാണ് സുജൂദ് എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞു സൂറത്തുർ റഹ്മാനിൽ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചെടികൾ, വള്ളികൾ, വൃക്ഷങ്ങളൊക്കെ അള്ളാഹുക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? അള്ളാഹു നിർണയിച്ചതുപോലെ അതിൻ്റെ രൂപം നമുക്കറിയില്ല. അള്ളാഹു തആല സുജൂദിൻ്റെ സ്വഭാവം, മനോഗതി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കൊണ്ടു നടക്കുവാൻ കച്ചവടത്തിൽ മനസ്സുകൊണ്ട് സുജൂദ് ചെയ്യേണ്ടതുണ്ട്, കുടുംബജീവിതത്തിൽ മനസ്സുകൊണ്ട് സുജൂദ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ, സ്വഭാവങ്ങളിലെല്ലാം സുജൂദ് മനസ്സുകൊണ്ട് ചെയ്യേണ്ടതുണ്ട്. അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും
അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന്, മരണം വരെ തഖ്വയോടുകൂടി ജീവിക്കുവാനും മുസ്ലിമായിട്ട് മരിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു തആല നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ അഅലയിൽ 1-ാമത്തെ വചനത്തിൽ അള്ളാഹു തആല നമ്മളോടൊരു കൽപ്പന നടത്തിയിട്ടുണ്ട്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല. എന്താണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്? ഏറ്റവും ഉന്നതനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൻ്റെ പരിശുദ്ധിയെ നീ വാഴ്ത്തുക. ഏറ്റവും മുകളിലുള്ള നിന്റെ റബ്ബിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്ത് ഇറങ്ങിയപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, ഇജ്അലുഹാ ഫി സുജൂദിക്കും, ഇത് നിങ്ങളുടെ സുജൂദിലാക്കണം, ഇത് നിങ്ങളുടെ സുജൂദിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് നമ്മൾ സുജൂദിൽ ദിക്ർ ചെയ്യുന്നത്, തസ്ബീഹ് ചൊല്ലുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ സുബ്ഹാന റബ്ബിയൽ അഅല എന്താ രംഗം? ശരിക്കും സുജൂദിൻ്റെ ശരീരം സുജൂദിലാണ്, മനസ്സും സുജൂദിലേക്ക് പോകേണ്ടതാണ്. ആ സമയത്ത് സുജൂദിലുള്ള പ്രാർത്ഥനകൾ ശരിക്കും നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഫിറ്റായ പ്രാർത്ഥനകളായിരിക്കും. സുബ്ഹാന റബ്ബിയൽ അഅല, എൻ്റെ റബ്ബ്, ഉന്നതനായ എൻ്റെ റബ്ബ് എത്രയോ പരിശുദ്ധനാണ്. ഇവിടെ അൽ അഅല എന്നാണ് അള്ളാഹിനെ പറ്റി പരിചയപ്പെടുന്നത്, ഏറ്റവും ഉന്നതിയിലുള്ള. നമ്മളെവിടെയുള്ളത്? ഭൂമിയിൽ നിലത്ത് താഴെ ശിരസ് വെച്ചിക്കാണ്. എന്നിട്ട് പറയാം ഏറ്റവും മേലെയുള്ള റബ്ബ് ഏറെ പരിശുദ്ധന എൻ്റെ റബ്ബ്. ശരിക്ക് സ്നേഹം തുളുമ്പുന്ന, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ പായു. ആ സമയത്ത് റബ്ബ് തന്ന ശ്വസിക്കുവാനുള്ള വായു, റബ്ബ് മുസ്ലിമാക്കിയത്, പരിശുദ്ധമായ ഖുർആൻ തന്നത്, ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായിക്ക് നമ്മിലേക്ക് നിയോഗിച്ചത്, മാതാവിനെ തന്നത്, പിതാവിനെ തന്നത്, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം അങ്ങനെ പെട്ടെന്ന് പാഞ്ഞങ്ങോട്ട് പോകും. ആ അവസ്ഥയാണിത്. സുബ്ഹാന റബ്ബിയൽ അഅല, ഏറ്റവും ഉന്നതനായ എൻ്റെ റബ്ബ് ഏറെ പരിശുദ്ധനാണ്, അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ഇവിടെ അൽ അഅല എന്നതിനെപ്പറ്റി മഹാരഥന്മാരായ പണ്ഡിതന്മാർ 3 കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മുകളിൽ, അതിലൊന്ന് ഉലൂവുൽ ദാത്ത്, അല്ലാഹു തആല ദാത്ത് കൊണ്ട് അല്ലാഹു തആല എല്ലാറ്റിനും മുകളിലാണ്. അതാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു തആല ദാത്ത് കൊണ്ട് എല്ലാറ്റിനും മുകളിലാണ്, സൃഷ്ടികളൊക്കെ അവൻ്റെ താഴെയാണ്. ഭീമാകാര ജീവിയ ജിബ്രീൽ അലൈഹി ഇസ്ലാം തൊട്ട് അർശ് തൊട്ടിട്ട് കുർസി മുതൽ 7 ആകാശങ്ങൾ 7 ഒക്കെ താഴെ. ഏറ്റവും ഉന്നതിൽ അൽ അഅല, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാൻ അർശിന് ഏറ്റവും മുകളിലാണ്. ഇവിടെ ഉലൂവു ദാത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞത് ഉലൂവുൽ ഖദ്രി വസ്സിഫാത്ത്, അല്ലാഹു തആല അവൻ്റെ കഴിവിലും അവൻ്റെ വിശേഷണങ്ങളിലും ഗുണങ്ങളിലും ഏറ്റവും ഉന്നതനാണ്, കവച്ചു വെക്കാൻ സാധിക്കൂല. ഇതൊക്കെ നിരൂപിക്കുകയാണ് ഈ സമയത്ത് സുജൂദിൽ. തിരക്ക് കാട്ടിയാലോ? തിരക്കുണ്ടാവും മനുഷ്യർ, പക്ഷെ മനസ്സുകൊണ്ട് തിരക്ക് കാട്ടിയാലോ? ഉള്ളത് 3 പ്രാവശ്യമാണെങ്കിലും സുബ്ഹാന റബ്ബിയൽ അഅല എന്നുള്ളത് ശരിക്കും നന്നാക്കിയാണ് ചൊല്ലണം, മനസ്സറിഞ്ഞാണ് ചൊല്ലണം. ചൊല്ലുന്നത് 3 ആണെങ്കിലും. അപ്പം എന്താണ്, ശരീരം കൊണ്ട് ചിലപ്പോൾ തിരക്ക് കാണിക്കേണ്ടി വരും, പക്ഷെ മനസ്സ് തിരക്കിലേക്ക് പോകാൻ പാടില്ല. അപ്പം രണ്ടാമത്തേത് ഉലൂവുൽ ഖദ്രി വസ്സിഫാത്ത്, അല്ലാഹു തആല കഴിവ് കൊണ്ടും വിശേഷണങ്ങൾ കൊണ്ടും ഏറ്റവും ടോപ്പിലാണ്. പിന്നെ അടുത്തത് ഉലൂവുൽ ഖഹരി വൽ ഗലബ, ആധിപത്യം കൊണ്ടും അധികാരം കൊണ്ടും അള്ളാഹു ഉന്നതിയിലാണ്. സുജൂദ് നേർക്ക് ചെയ്ത വേറെ സൃഷ്ടികളെ പേടിക്കൂല. ഏതൊരു ഭരണാധികാരിയുടെയും പിടുത്തം അള്ളാന്റെ കയ്യിലാണ്. ലഹുൽ മുൽക്ക്, അവനാണ് ആധിപത്യമുള്ളത്. യുഹ്യി വയുമീത്ത്, അവനാണ് ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ. ലോകത്ത് വേറൊരു ഭരണാധികാരിയും ജീവിപ്പിക്കുന്നില്ല, മരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ഏറെ ഉന്നതനാണ്. അധികാരത്തിൽ ഏറ്റവും ഉന്നതിയിലുള്ളതാണ്. ഭൂമിയിൽ ആർക്കെങ്കിലും അധികാരം പകുത്ത് നൽകി കൊടുത്തിട്ടില്ല, അത് അള്ളാഹ് കൊടുത്തതാണ്. അള്ളാഹ് അധികാരം നിശ്ചിത സമയത്തേക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ സുജൂദ് ഒരു വിശ്വാസിയെ വിനയമുള്ളവനാക്കും, ധൈര്യശാലിയാക്കും. ആ നിലക്ക് ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല സുജൂദിൻ്റെ ഒരു സ്വഭാവത്തോടു കൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനുള്ള തൗഫീഖ് നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുന്യാവ്
ലളിതമാണെങ്കിലും കുറച്ചേ ഉള്ളുവെങ്കിലും അന്തസ്സോടുകൂടി ഇസ്സത്തോടുകൂടി ബർക്കത്തോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീക്ക്, അവൻ്റെ മതം പ്രബോധനം ദഅവത്ത് ചെയ്യുവാനുള്ള തൗഫീക്ക് നൽകി നമ്മൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന അസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.